ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവകരം ഭാരമായി തീരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളും കഷ്ടതകളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും ബാധിക്കും. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് ക്രമീകരണം പ്രാപിച്ച് മുൻപോട്ട് പോകുന്നില്ല എങ്കിൽ ചില സമയങ്ങളിൽ ഇതൊക്കെ തീരാ വേദനകളായി നിലനിൽക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് 38-ാം സങ്കീർത്തനമാണ്. 38-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ കരം തൻ്റെ മേൽ ഭാരമായി തീർന്നതുകൊണ്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ ആ ഭാഗങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു ഭാഗം മാത്രമല്ല, അതായത് ഏതെങ്കിലും ഒരു രോഗം മാത്രമായിട്ടല്ല, ശരീരത്തിനെയും മനസ്സിനെയും ആത്മീയ ജീവിതത്തെയും മൊത്തമായി ബാധിക്കുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ. ഇത് കൃത്യമായ രോഗമാണോ എന്താണെന്നൊന്നും ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയിട്ടില്ല. ചിലർ ഇതിനെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത് ബേത്ശേബയുമായിട്ടുള്ള പാപത്തിൻ്റെ അനന്തരമായി ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണെന്നും, എന്നാൽ മറ്റു ചിലർ ഇതിനെക്കുറിച്ച് ഇത് അങ്ങനെയൊന്നും ആകണമെന്നില്ല, ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ദാവീദ് കടന്നുപോയപ്പോൾ ഉണ്ടായ ചില അനുഭവങ്ങളിൽ നിന്നാണ് ഇതെഴുതിയതെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ സങ്കീർത്തനം നമ്മൾ അല്പം ഭയത്തോടു കൂടി മാത്രമേ ഇത് വായിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഈ ദൈവവചനം കേൾക്കുന്ന ആൾക്കാർ ചിന്തിക്കും, ഇത് പഴയ നിയമകാലത്തിലല്ലേ, പുതിയ നിയമ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും. ധാരാളം അനുഭവങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് തീഷ്ണതയോടെ കർത്താവിനെ സേവിച്ചിട്ട് താൽക്കാലികമായ ഈ ചില സന്തോഷങ്ങൾക്ക് വേണ്ടി വിവാഹപരമായ കാര്യങ്ങളിലും മറ്റിതര കാര്യങ്ങളിലും ദൈവത്തോടുള്ള സ്നേഹം വിട്ട് അങ്ങനെ തീരുമാനങ്ങൾ എടുത്തു പോയി ഭയങ്കര ദുരിത കയത്തിലകപ്പെട്ട് പിന്നീട് ജീവിതത്തിൻ്റെ അകത്ത് തിരിച്ചു വന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. മറ്റൊരു സംഭവം ഞാൻ പറയാം. എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് സത്യത്തിൽ അത് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ നമ്മളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഒരു ദൈവദാസൻ്റെ കുത്തിന് കയറി പിടിച്ചു, കോളറിന് കയറി പിടിച്ച്. കുത്തെന്നൊക്കെ പറയുമ്പം ചില ഈ സ്ഥലങ്ങളിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകത്തില്ല. ഒരു വിഷയത്തിൻ്റെ മേൽ, അത്ര വലിയ വിഷയമൊന്നുമല്ല, ഒരു ദൈവദാസൻ്റെ കോളറിന് കയറി പിടിച്ചു. കോളറിന് കയറി പിടിച്ച് അദ്ദേഹത്തോട് രൂക്ഷമായി സംസാരിച്ച് അദ്ദേഹം ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. ഈ കോളറിന് പിടിച്ച വ്യക്തി ചില നാളുകൾക്ക് ശേഷം അദ്ദേഹം രോഗിയാകുകയും അദ്ദേഹം കിടപ്പിലാകുകയും അനവധി ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനകൾ നടത്തിയിട്ടും ഒന്നും സൗഖ്യമാകാതെയും ഇരുന്നതിന് ശേഷമായി ഈ വിഷയം യഥാർത്ഥമായി ക്രമീകരിക്കപ്പെട്ട് ഏറ്റുപറഞ്ഞതിന് ശേഷം മടങ്ങി വന്ന സംഭവങ്ങൾ അങ്ങനെ ഒന്നല്ല, ഒട്ടനവധി സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ദൈവം വെച്ചിരിക്കുന്ന കരം ദൈവം പിൻവലിക്കാത്രത്തോളം കാലം ആ വിഷയത്തിൻ്റെ അകത്ത് മറുപടി ഉണ്ടാകത്തില്ല. ഭയപ്പെടുത്താനോ ഭീതിപ്പെടുത്താനോ ഒന്നുമല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ചില ആൾക്കാർ ഈ സങ്കീർത്തനത്തിൽ നിന്നൊക്കെ ദൈവവചനം പറയുമ്പം ചിലർ വന്ന് ചോദിക്കും, ഇതൊക്കെ പുതിയ നിയമത്തിൻ്റെ അകത്തുണ്ടോ എന്നൊക്കെ ചോദിക്കും. പുതിയ നിയമത്തിൻ്റെ അകത്തുണ്ട്. പുതിയ നിയമത്തിൻ്റെ അകത്ത് പാപം ഏറ്റു പറഞ്ഞാൽ രോഗശാന്തി ഉണ്ടാകുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമുണ്ട്. അതെവിടെയാണെന്നറിയാമോ? യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം 11-ാമത്തെ വാക്യമാണ്. നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപമേറ്റു പറയണം. അതെന്താ ഈ തമ്മിൽ പാപമേറ്റു പറയണമെന്ന് പറയുന്നത്? അങ്ങനെ ഒരു രീതി നമുക്കില്ല. പിന്നെ അതിൻ്റെ ഒരു മറുസൈഡൂടെ പറയുകയാണ്, ഇന്നത്തെ കാലത്ത് ഏറ്റു പറഞ്ഞാൽ അത് പിന്നെ അങ്ങാടിപ്പാട്ടായി മാറുന്ന കാലവുമാണ്. പക്ഷേ നമുക്ക് ഒരു പ്രയാസങ്ങളും അല്ലെങ്കിൽ വിട്ടുമാറാത്ത പ്രതിസന്ധികളൊക്കെ ഇങ്ങനെ നമ്മൾക്കുണ്ടാകുമ്പോൾ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ആളുകളെ ഒന്നിച്ചു കൂട്ടിയിരുത്തി പരസ്പരം ഒന്ന് തുറന്ന് വന്നുപോയ വീഴ്ചകളൊന്ന് പറഞ്ഞ് അത് ദൈവം മുമ്പാകെയുള്ള ഏറ്റുപറച്ചിലാണ് കേട്ടോ. അല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യനോട് പോയി ഏറ്റു പറയുന്നു, ആ മനുഷ്യന് പാപക്ഷമ കൊടുക്കാനുള്ള അധികാരം വേദപുസ്തകത്തിൻ്റെ അതങ്ങ് എഴുതിയിട്ടില്ല. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ എണ്ണ തേച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ പാപം ക്ഷമിക്കും, അവന് രോഗശാന്തി നൽകുമെന്നൊക്കെ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായത്തിൽ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ 11-ാം വാക്യത്തിൻ്റെ പിന്നിലേക്കുള്ള ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇനിയും
വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടെ ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. 38 വർഷത്തിലധികമായി തളർവാദം പിടിച്ച് അല്ലെങ്കിൽ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ കഴിയാത്ത ഒരു മനുഷ്യന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ സൗഖ്യമൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ആ കുളക്കരയിൽ കിടന്ന വ്യക്തി സൗഖ്യമൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം അവിടെ വെച്ച് യേശുവിനോട് പിന്നീട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി. പക്ഷെ പിന്നീട് ഒരു ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കാണുന്ന സമയത്ത് കർത്താവുമായിട്ടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പം കർത്താവ് ആ വ്യക്തിയോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. നോക്കൂ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കേണ്ടതിന് ഇനി പാപം ചെയ്യരുത്. അതിൻ്റെ അർത്ഥം എന്തുവാ? ഈ 38 കൊല്ലം നീ കടന്നതിൽ നിന്ന് ഞാൻ നിന്നെ എഴുന്നേൽപ്പിച്ചു, നിനക്ക് സൗഖ്യം തന്നു. പക്ഷെ നീ പാപം ചെയ്താൽ അതിനേക്കാട്ടിൽ തിന്മയായത് നിന്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ വളരെ സൂക്ഷ്മതയോടും ഗൗരവത്തോടും നമ്മൾ നയിക്കേണ്ടുന്ന ഒന്നാണ് എന്നുള്ളതാണ്. വളരെ വേഗത്തിൽ ഈ സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെയാണ് ദൈവകരം ഭാരമായിരുന്നാൽ ഉണ്ടാകുന്നതിൻ്റെ അടയാളങ്ങൾ, ലക്ഷണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാം. ഈ സങ്കീർത്തനം ആരംഭിക്കുമ്പോൾ ഈ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: യഹോവേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുത്, ഉഗ്ര നീരസത്തോടെ എന്നെ ദണ്ഡിപ്പിക്കരുത്. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇത് ദൈവത്തിൻ്റെ കരം തന്നെയാണെന്നുള്ളത്. പല സമയത്തും പലർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നതും ഇതൊക്കെ തന്നെയാണ്. ഇത് ദൈവത്തിൻ്റെ കരമാണോ, ഇത് പിശാചാണോ, ഇത് എന്താ പറയുന്നത്, സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ പ്രത്യേക സമയങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങളാണോ? ഈ രോഗങ്ങൾ തന്നെ വ്യത്യസ്തമായ രോഗങ്ങളുണ്ട്, പൈശാചിക രോഗബന്ധനങ്ങളുണ്ട്. അത് പ്രാർത്ഥിക്കുമ്പം, ഉപവസിക്കുമ്പം, ശാസിക്കുമ്പം അത് മാറും. അതുള്ളത് തന്നെയാണ്. 2, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങളുണ്ട്. കേരളത്തിൽ മഴക്കാലത്തിൽ ഈ വൈറൽ ഫീവറുകൾ സർവ്വസാധാരണമാണ്. ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ ജീവിതശൈലി രോഗങ്ങളുണ്ടാകും. ഒരുപാട് മധുരമെല്ലാം വലിച്ചു വാരി കഴിച്ച് ആ ശരീരം ശ്രദ്ധിക്കാതെ പോയാൽ ഷുഗർ വരും. അത് ദൈവം വരുത്തുന്നതൊന്നുമല്ല, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ജീവിതശൈലി രോഗങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നുമല്ലാത്ത പാപകാരണമായിട്ടുള്ള ചില രോഗങ്ങളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതിനെ നമ്മൾ കൃത്യമായി തിരിച്ചറിയുക എന്നുള്ളതാണ് ദൈവത്തിന് സ്തോത്രം. അപ്പം ഇവിടെ എന്താണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ദാവീദ് പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാസനായിരുന്നിട്ട് പോലും തൻ്റെ ജീവിതത്തിൽ താൻ എപ്പോഴെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നോ, തെറ്റുകൾ ചെയ്തോ, അന്നേരമെല്ലാം ദൈവം തന്നെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്തു. അതായത് ചിലർ പറയുന്നത് ദൈവം നീതിമാനാണ്, സ്നേഹമുള്ളവനാണ് എന്നൊക്കെയാണ്. സത്യമാണ്, ദൈവം സ്നേഹമുള്ള ദൈവം തന്നെയാണ്. പക്ഷേ മറുഭാഗത്ത് ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ മനസ്സിലാക്കണം. ദൈവം വിശുദ്ധനാണ്, പാപം കണ്ട് കണ്ണടയ്ക്കാത്ത ദൈവമാണ്. അതിന് വേർതിരിവൊന്നും ദൈവം വെച്ചിട്ടില്ല. അതായത് തെറ്റുകൾ ചെയ്യുന്നവരെ ശിക്ഷിക്കാതെ വിട്ടാൽ ദൈവം ആ തെറ്റിന് കൂട്ടുപിടിക്കുന്നയാളായി തന്നെ വരില്ലേ? തീർച്ചയായിട്ടും വരും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ദൈനംദിന ജീവിതത്തിൽ വരുന്ന പാപങ്ങളൊക്കെ ഉണ്ടാകാം. അറിവില്ലായ്മ കൊണ്ടും ഒക്കെ സംഭവിക്കുന്ന കുറച്ച് പാപങ്ങളുണ്ടാകാം. അതൊക്കെ ഏറ്റുപറയുക. അറിഞ്ഞുകൊണ്ട് ബോധപൂർവം പാപത്തിൽ തുടരരുത്, പാപം ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. ഈ പാപത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. പക്ഷെ നമ്മൾ പെട്ടെന്ന് മുമ്പോട്ട് പോവുകയാണ്. നോക്കുക, ദൈവകരം എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. 2-ാമത്തെ വാക്യം: നിന്റെ അസ്ത്രങ്ങൾ എന്നിൽ തറച്ചിരിക്കുന്നു, നിന്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ചിലർക്ക് എന്ത് കുഴപ്പം വന്നാലും അത് പിശാചിൻ്റെ മണ്ടയ്ക്ക് കെട്ടിവെക്കുന്ന സ്വഭാവമുണ്ട്. അതില്ല എന്നുള്ളതല്ല, അത് ഉണ്ട്. പൈശാചിക പോരാട്ടങ്ങളുണ്ട്. പക്ഷേ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത്. അത് നമ്മൾ ദൈവസന്നിധിയിലിരിക്കുകയും നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുകയും ചെയ്യുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് പറ്റും. വചനത്തിലൂടെ നമ്മൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. നോക്കുക, ഈ ഒരു സാഹചര്യത്തിലൂടെ ഈ ദൈവമനുഷ്യൻ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ ആ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ കരം ഭാരമായാൽ, ദൈവ സാന്നിധ്യം നമ്മിൽ നിന്ന് മാറിയാൽ പിന്നീട് സംഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും
ഇരുളിൻ്റെ അവസ്ഥകളിലായിരിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. അതായത് ഈ ഈ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? അത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആലോചന നമുക്കുണ്ടാകത്തില്ല, ദൈവം നമ്മളോടൊന്നും മിണ്ടത്തില്ല, ജീവിതം അടിമുടി, അതായത് ദേഹം, ദേഹി, ആത്മാവ് സകലത്തിലും വരൾച്ചയുടെ അവസ്ഥകളായിരിക്കും. എല്ലാം അടഞ്ഞുപോയി എന്ന് പറയുന്ന ഒരവസ്ഥയില്ലേ? അങ്ങനെയൊരു വല്ലാത്ത അവസ്ഥ. ഞാൻ ഈ ഭാഗം മുഴുവനും നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പം നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. 3 മുതലുള്ള വാക്യം: നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. ഒന്നാമത്, ശരീരത്തിന് ഒരു തരത്തിലുമുള്ള സൗഖ്യം ഇല്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ നീരസം ഹേതുവായി. ഈ പഴയ നിയമ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് പദങ്ങളുണ്ട്. ആ പദങ്ങളിൽ ചിലത് അവർ ആവർത്തിച്ച് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അവർ അകന്നു മാറിയപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത്, എൻ്റെ അകലിച്ച നിങ്ങളറിയും, ദൈവത്തിൻ്റെ നീരസം. അപ്പം ഈ നീരസം, അകലിച്ച, അതായത് ദൈവം അവരോട് കൂടെ നടക്കാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? ഒന്ന്, ദേഹത്തിൽ സൗഖ്യമില്ല, ശരീരത്തിന് ഒരു തരത്തിലുള്ള സുഖമില്ല, അസ്ഥികളിൽ സ്വസ്ഥതയില്ല, അസ്ഥികളിൽ സ്വസ്ഥതയില്ല. രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഭാരമുള്ള ചുമട്, അതായത് ഉയരത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, ജീവിതത്തിൽ ഒരു എഴുന്നേൽക്കലില്ല, അതായത് ആത്മീയതയിൽ ഒരു തരത്തിലും മുന്നേറാൻ കഴിയുന്നില്ല. അതായത് ദൈവം നമ്മളെ സഹായിച്ചെങ്കിൽ മാത്രമേ, ദൈവം ഒരാളെ കരം പിടിച്ച് നടത്തിയെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് സുഗമമായിട്ട് നടക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഈ വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിലെ ചില വാക്യങ്ങൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പാപം ഹൃദയത്തിന് ബാധിക്കുന്ന രോഗമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. 5-ാം അധ്യായം മുഴുവനും വായിച്ചു നോക്കിക്കൊള്ളുക. 5-ന്റെ-13 എന്നെ ചിന്തിപ്പിച്ചൊരു വേദഭാഗമുണ്ട്. അത് എഴുതിയിരിക്കുന്നത്, ബാലന്മാർ വിറക് ചുമടും കൊണ്ട് വീഴുകയാണ്. ബാലന്മാരെന്ന് പറയുന്നത് ഈ കുഞ്ഞുങ്ങൾ വിറക് ചുമക്കേണ്ടവരല്ല, പക്ഷേ വിറകിൻ്റെ ചുമട് അവരുടെ മണ്ടയ്ക്ക് വെച്ചിട്ട് അവർ വീഴുകയാണ്. അതായത് എഴുന്നേറ്റ് നടക്കാനായിട്ട് പറ്റുന്നില്ല. അടുത്തത് താഴോട്ട് വരുമ്പം കിരീടം വീണുപോയി, കണ്ണു മങ്ങിപ്പോയി, അതായത് കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി, ദൈവശബ്ദമില്ല. അടുത്തത്, ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ടു പോയി, പട്ടണവാതുക്കൽ പിതാക്കന്മാരെ കാണുന്നില്ല. അടുത്തത്, സംഗീതക്കാരെ, യൗവനക്കാരെ സംഗീതത്തിൽ കാണുന്നില്ല. 14-ാമത്തെ വാക്യമാണ്. അതായത് ദൈവത്തെ ആരാധിക്കേണ്ടുന്ന ചെറുപ്പക്കാർ ആത്മീക കൂട്ടായ്മകളിലില്ല, ആലയങ്ങളിലില്ല, ആരാധനയില്ല, പാട്ടില്ല, കിരീടം വീണുപോയി. പണ്ട് കിരീടം ഉണ്ടായിരുന്നു, പണ്ട് വലിയ കുടുംബത്തിലെയാണ്, പണ്ട് ഭയങ്കര ആത്മീക പൈതൃകങ്ങളൊക്കെ അവകാശപ്പെട്ടുകൊണ്ടിരുന്ന. പക്ഷെ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. എന്താ കാര്യം? പാപം, 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 അനുവദിച്ചു കൊടുക്കുന്ന പാപങ്ങൾ. പ്രിയപ്പെട്ടവരെ, പാപത്തോട് സന്ധിയില്ല സമരം ചെയ്യേണ്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ പല സമയങ്ങളിലും പാപത്തേക്കാൾ പിശാചിനെ ഭയപ്പെടുന്നവരായി മാറി. ഞാൻ പറയട്ടെ, പിശാചിനെ ഭയപ്പെടുകയല്ല, പിശാചിനോട് എതിർത്ത് നിൽക്കുകയാണ് ചെയ്യേണ്ടുന്നത്. പക്ഷേ പാപത്തെ വിട്ട് നമ്മൾ ഓടിപ്പോവുകയും ചെയ്യേണ്ടുന്നവരാണ്. വളരെ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ എല്ലാ മെസ്സേജുകളിലും ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്, ദൈവിക വിശുദ്ധി നമ്മൾ നിലനിർത്താനായിട്ട് ശ്രമിക്കുക. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, നമ്മുടെ ചിന്തകളെല്ലാം ദൈവം മുമ്പിൽ ശുദ്ധമായി തീരട്ടെ. അടുത്തത്, എൻ്റെ ഭോഷത്വം ഹേതുവായി വ്രണങ്ങൾ ചീഞ്ഞു നാറുന്നു. നോക്കിക്കേ, വ്രണം പിടിച്ച അവസ്ഥയിലേക്ക് മാറി. ഇത് ആക്ഷരികമായ വ്രണമാണോ ആത്മീക അർത്ഥത്തിലുള്ള വ്രണമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ
നാറാൻ തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. നാറ്റം വമിക്കാനായിട്ട് തുടങ്ങി. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഈ എസ്തേറിനെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ നടത്തുന്ന ആ ഒരു ശുദ്ധീകരണത്തെക്കുറിച്ച് എനിക്കൊന്ന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ തൈലങ്ങളിൽ ശുദ്ധീകരിച്ചു കൊണ്ടുപോകുന്നത് പോലെ നമ്മുടെ നാറ്റവും നമ്മുടെ ജീവിതത്തിൻ്റെ ദുർഗന്ധങ്ങളുമൊക്കെ മാറട്ടെ. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയായി തീരേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ നമ്മൾ നാറരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മിൽ നിന്ന് ഒരിക്കലും നാറ്റം പുറത്തു വരരുത്. ദൈവത്തെ വിട്ട് അകന്നു പോയാൽ നമ്മൾ നാറും. ദൈവത്തിന് സ്തോത്രം. നാറ്റം പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അടുത്തത്, ഞാൻ ഇടപെടാതെ ദുഃഖിച്ച് നടക്കുന്നു. എൻ്റെ അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. അരയിൽ വരൾച്ച നിറഞ്ഞിരിക്കുന്നു. ഈ അരയിലെ വരൾച്ചയെക്കുറിച്ചുള്ള ഈ വ്യാഖ്യാനങ്ങളൊക്കെ ഞാൻ വായിക്കുകയും കുറച്ച് പുസ്തകങ്ങൾ റെഫർ ചെയ്യുകയൊക്കെ ചെയ്തപ്പം എനിക്ക് ഒരു വ്യാഖ്യാനം ഭയങ്കര രസകരമായിട്ട് തോന്നി. കിഡ്നി ഫെയിലിയർ ആയിപ്പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. കിഡ്നി ഫെയിലിയർ ആയിപ്പോയെന്നാണ് എഴുതിയിരിക്കുന്നത്. അരയിൽ വരൾച്ച വന്നു എന്ന് പറയുന്നതിന് ഒരാൾ കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനമാണ്. പക്ഷെ ഞാനതിനെ ആ നിലയിൽ അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്തൊക്കെയോ രോഗാവസ്ഥകൾ ജീവിതത്തിൻ്റെ അകത്തേക്ക് സംഭവിക്കുകയാണ്. അടുത്തത്, ദേഹത്തിന് ഒരു തരത്തിലുമുള്ള സൗഖ്യമില്ല. ഹൃദയം, ദൈവത്തിന് സ്തോത്രം, അതേ ഞരക്ക നിമിത്തം അലറുന്നു. കണ്ണിൻ്റെ വെളിച്ചം ഇല്ലാതെയായി നെഞ്ചിടിക്കുന്നു. ഞാൻ ഇത്രയും ഭാഗങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനത് നിർത്തുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുകയാണ്. എന്താ സംഭവിച്ചത്? ദൈവത്തിൻ്റെ നീരസം ഹേതുവായി ദൈവത്തിൻ്റെ കരം ഭാരമായി തീർന്നപ്പോൾ അസ്ഥികൾക്ക് സൗഖ്യമില്ല, ശരീരത്തിന് സൗഖ്യമില്ല, ദേഹത്ത് വ്രണം, അരയിൽ വരൾച്ച. അടുത്തത്, കണ്ണിന് കാഴ്ചയില്ല, നെഞ്ചിൻ്റെ അകത്ത് ഇടിപ്പ്, പിന്നെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു സന്തോഷവുമില്ല, വേദന. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സൗഖ്യമില്ലാത്ത അവസ്ഥ. അതായത് ഒരു മേഖലകളിലും സൗഖ്യമില്ലാത്ത അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം മാറുവാനായിട്ട് ചെയ്യേണ്ടുന്ന ഒറ്റ കാര്യം ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? 18-ാമത്തെ വാക്യമാണ്. ഞാൻ എൻ്റെ അകൃത്യത്തെ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെക്കുറിച്ച് ദുഃഖിക്കുന്നു, എൻ്റെ ദുഃഖം എപ്പോഴും നിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. യഥാർത്ഥമായ ഏറ്റുപറച്ചിൽ, യഥാർത്ഥമായ ക്രമീകരണങ്ങൾ, വെറുതെ വാക്കുകൾ കൊണ്ട് ഉള്ള ക്രമീകരണങ്ങൾ മാത്രമല്ല. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥമായി എവിടെ വീണോ ആ വീണത് തിരിച്ചറിഞ്ഞ്, അങ്ങനെ തന്നെയല്ലേ നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത്? നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത്. അപ്പം എവിടെയാണ് വീണതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. ശരിക്കും ഈ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് തന്നെ പരിശോധനകളുടെ ജീവിതമാണ്. അതായത് നമ്മുടെ ജീവിതത്തെ ദിനംപ്രതി നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ ബന്ധങ്ങളിൽ, ആത്മീക കൂട്ടായ്മകളിൽ. ദൈവത്തിന് സ്തോത്രം. ചില സമയങ്ങളിൽ നമ്മുടെ വാക്കുകൾ പോലും എന്താ പറയുന്നത്, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന നമ്മുടെ ചില വാക്കുകൾ, താഴ്ത്തിക്കെട്ടിയുള്ള വാക്കുകൾ, സമൂഹ മധ്യത്തിലൊക്കെ വെച്ച് നമ്മൾ അവഹേളിക്കുന്ന അവഹേളനകൾ, ഇതൊക്കെ തമ്പുരാൻ തൻ്റെ പുസ്തകത്തിൽ കുറിച്ചു വെക്കുമെന്നുള്ള കാര്യം മറക്കരുത്. ഈ യാക്കോബ് അപ്പനെ കളിപ്പിച്ചു, ചേട്ടനെ കളിപ്പിച്ചു, എല്ലാവരെയും കളിപ്പിച്ചു. ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പൊക്കെ ഉള്ളവനായിരുന്നു. പക്ഷെ 20 കൊല്ലം വേറൊരു സ്ഥലത്ത് പോയി അവിടെ ദൈവം പൂട്ടിയിട്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരെങ്കിലും വിരുദ്ധന്മാരായാൽ, വില്ലന്മാരായാൽ, നമ്മളെക്കാൾ വലിയ വില്ലന്മാരുടെ അടുത്ത് ദൈവം നമ്മളെയൊക്കെ അയക്കുമെന്നുള്ളതാണ് സത്യം. ഞാൻ ഒരുപാട് ദീർഘമാക്കുന്നില്ല. എൻ്റെ അകൃത്യം ഞാൻ ഏറ്റുപറഞ്ഞു, എൻ്റെ പാപം ഞാൻ ദൈവത്തോട് അറിയിച്ചു. പിന്നീട് സംഭവിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ആ വിഷയത്തിൻ്റെ അകത്ത് മറുപടിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയാം, ക്രമീകരണം പ്രാപിക്കാം.
ദൈവത്തിന് സ്തോത്രം. കർത്താവെ, അങ്ങേ വേദനിപ്പിച്ചിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ, ഇനിയും എബ്രായ ലേഖനത്തിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് പറയണമെന്ന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതിൻ്റെ അകത്തൊക്കെ ഈ രക്ഷയെ തള്ളിക്കളഞ്ഞൊക്കെ പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദൈവപുത്രനെ നിന്ദിക്കുന്ന, അല്ലെ ചവിട്ടിക്കളയുന്നവർ, വിശുദ്ധ രക്തത്തെ മലിനമെന്നൊക്കെ പറയുന്നവരെ കുറിച്ച് പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ അന്തമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഈ ചെറിയ കഷ്ടതകളല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരമാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ നമ്മളാരും അഭക്തന്മാർ ആയിത്തീരാതിരിക്കാൻ കരുതിക്കൊള്ളണമെന്നൊക്കെയുള്ള വാക്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഈ കരുതേണ്ട മേഖലകളുണ്ട്, സൂക്ഷിക്കേണ്ട മേഖലകളുണ്ട്. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതകളുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. അത് നമുക്കതൊക്കെ ഒഴിവാക്കി ഇനിയും നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തരുന്ന കാലങ്ങളിൽ നമ്മളെക്കൊണ്ട് പറ്റുന്നതുപോലെ വചനത്തിനായിട്ട് ദൈവസന്നിധിയിൽ നിലനിന്ന് മുമ്പോട്ട് പോകാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ.